അങ്ങനെ പെട്ടെന്നൊരു കൊതി തോന്നിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് തോന്നിയിട്ട് നമ്മൾ ചിലപ്പോൾ ഓടിപ്പോയി മേടിക്കുന്ന ദിവസങ്ങൾ കാണില്ലേ. എനിക്കിന്ന് അങ്ങനെ വൈകിട്ടിരുന്നപ്പോൾ ഒരു 7 മണി വരെ ഒന്നും തോന്നിയില്ല. പക്ഷേ ഒരു 7 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഇങ്ങനൊരു ടെംപ്റ്റേഷൻ ചിക്കൻ റൈസ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീടിനടുത്ത് ചിക്കൻ റൈസ് കിട്ടുന്ന നല്ലൊരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ ഞാൻ ഓടി അവിടെ പോയി ചിക്കൻ റൈസ് മേടിച്ചു. സ്ഥിരം മേടിക്കുന്ന കടയായതുകൊണ്ട് പരിചയമുണ്ട്. നമ്മൾ പറഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ കുറച്ച് എരിവോ ഇതൊക്കെ ആഡ് ചെയ്ത് തരും. അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുവന്ന് പാഴ്സൽ പൊട്ടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് ഉരുളക്കകത്ത് വെച്ചിട്ട് അത് ഉരുളയാക്കി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേറൊന്നും ശ്രദ്ധിക്കില്ല. സത്യം പറഞ്ഞാൽ ആ സമയത്ത് വീഡിയോ എടുക്കാൻ തന്നെ പാടാം. പിന്നെയും ഒരു ചിക്കൻ്റെ കഷ്ണം വെച്ച് റൈസ് ഇത്തിരി വെച്ച് പിന്നൊരു ചില്ലിയുടെ പീസ് വെച്ചിട്ട് അത് ചെറിയ ഉരുളകളാക്കി കഴിക്കണം. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇത് തീർന്നു പോവല്ലോ എന്നുള്ള വിഷമം വരും ഇടയ്ക്ക്. ഇനി ഇത് കഴിച്ചാൽ തന്നെ എന്തോരം എക്സസൈസ് ചെയ്യണം ഇതിൻ്റെ കാലറി എന്ന് പോണേലും. കഴിക്കുന്ന സമയത്ത് ഇതൊന്നും ഓർക്കാതെ കുഞ്ഞു കുഞ്ഞ് ഉരുളകളാക്കി ആസ്വദിച്ച് അങ്ങനെ കഴിക്കും. പിന്നെയും ഒരു ചെറിയ ചിക്കൻ്റെ കഷ്ണം എടുത്തിട്ട് റൈസിനകത്ത് വെച്ചിട്ട് അത് കുഞ്ഞൊരു ഉരുളയാക്കി വായിൽ വയ്ക്കും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൈസ് തീരുന്ന കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ചെറിയ സങ്കടമുണ്ട്, അപ്പോൾ വയറും നിറയുന്നുണ്ട്. എന്നാലും അതങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ ഭയങ്കര സങ്കടം വരുമല്ലോ. അതുകൊണ്ട് കുറേ നേരം പിന്നെ അതിങ്ങനെ തീർക്കാതെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെയും കൊച്ചു കൊച്ചു ഉരുളകളാക്കി അതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പ്ലേറ്റിലെ റൈസ് തീരാറാകുകയാണെന്ന്. കഴിച്ചതിൻ്റെ സന്തോഷമുണ്ട്, ഒപ്പം തീരാറായതിൻ്റെ സങ്കടമുണ്ട്. അങ്ങനെ എൻ്റെ റൈസ് തീർന്നു. ഇനി 2 ഉരുള കൂടെ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ആരൊക്കെ എന്നെപ്പോലെ ഇതുപോലെ കഴിക്കുന്നവരുണ്ട്? ടാറ്റാ, ബൈ ബൈ.